ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 4-ാം വാരം തിങ്കൾ. നാം വായിച്ചു കേൾക്കുന്നത് മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. കടൽ കടന്ന് ഗനേസരുടെ നാട്ടിലെത്തുന്ന യേശുനാഥൻ്റെ ഒരു ചിത്രമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗനേസറത്ത് എന്ന സ്ഥലത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഉദ്യാനം അല്ലെങ്കിൽ സംരക്ഷിത ഉദ്യാനം എന്നാണ്. ഗലീലി തടാകത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു ഫലഭൂയിഷ്ടമായ സമതലമായിരുന്നു ഗനേസറത്ത് എന്ന പട്ടണം. ഗനേസറത്തിലെ ഈ സമതലം അതിൻ്റെ ഫലഭൂയിഷ്ഠതയും സൗന്ദര്യവും കാരണം ഗലീലിയുടെ പറുദീസ എന്നും വിളിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ ആളുകൾ പ്രകൃതിയുടെ ഏറ്റവും മികച്ച സമ്മാനങ്ങൾ ആസ്വദിച്ചുവെങ്കിലും അവർ ദരിദ്രരായ ആളുകളും കഷ്ടപ്പാടുകളിലും രോഗങ്ങളിലും കഴിയുന്നവരായിരുന്നു. അങ്ങനെ യേശു അവരുടെ നാട്ടിലെത്തിയ ഉടനെ അവിടുത്തെ ജനങ്ങൾ ചുറ്റുപാടും നാട്ടിൻപുറങ്ങളിലും ചുറ്റി നടന്ന് അവൻ ഉണ്ടെന്ന് കേട്ട ഇടത്തേക്ക് രോഗികളെ കിടക്കയിൽ എടുത്തുകൊണ്ടുവരുവാൻ തുടങ്ങിയെന്ന് നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ആശുപത്രിയും മാർക്കറ്റും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയാം. മാർക്കറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്ന ഒരിടമാണ്. ഒരുപക്ഷെ ഇതുപോലെയുള്ള കച്ചവട സ്ഥലങ്ങളായിരിക്കാം നാം സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്ന പൊതുസ്ഥലങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗികളെ ചികിത്സിക്കുകയും അവരുടെ രോഗമുക്തിക്കായി വൈദ്യസഹായം നൽകുകയും ചെയ്യുന്ന സ്ഥലമാണ് ആശുപത്രി. ഈ സുവിശേഷത്തിൽ മാർക്കറ്റ് അല്ലെങ്കിൽ വ്യാപാര സ്ഥലം ഒരു ആശുപത്രിയായി പരിണമിക്കുന്ന അസാധാരണമായ ഒരു രംഗമുണ്ട്. സുവിശേഷ ഭാഗത്ത് ഇപ്രകാരം നാം വായിച്ചു കേൾക്കുന്നു: ആളുകൾ രോഗികളെ പൊതുസ്ഥലത്ത് കിടത്തി യേശുവിനോട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു. അവർക്ക് ആകെ ഒരു വൈദ്യനെ ഉണ്ടായിരുന്നുള്ളൂ, ലോകരക്ഷകനായ യേശുനാഥൻ. ഒരേ ഒരു മരുന്ന്, അത് ആ ജനങ്ങളുടെ വിശ്വാസമായിരുന്നു. അവർ ആരെയാണ് തൊട്ടത്, എങ്ങനെയാണ് തൊട്ടത് എന്നതാണ് ഈ സുവിശേഷത്തിന് പ്രാധാന്യം നൽകുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ദിവ്യകാരുണ്യ സ്പർശനമായിരുന്നു അവർ നടത്തിയത്. ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്കും ഈശോയെ സ്പർശിക്കാനുള്ള അനുവാദമുണ്ട്. അവിടുത്തെ ജനങ്ങൾ അവനെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലാണ് സ്പർശിച്ചത്. എന്നാൽ അവൻ്റെ ഏറ്റവും വിശുദ്ധമായ ശരീരത്തെ ഓരോ ദിവസവും ദിവ്യബലി മധ്യേ സ്പർശിക്കുകയും അത് വിശ്വാസപൂർവ്വം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും. എന്നാൽ ഈ സ്പർശനത്തിൻ്റെ ഫലപ്രാപ്തി നാം തൊടുന്ന വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യക്തമായി പറയുകയാണെങ്കിൽ, എപ്രകാരമാണ് നാം യേശുവിനെ സമീപിക്കുന്നത്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതിൻ്റെ ഫലപ്രാപ്തി നമ്മൾക്ക് ലഭിക്കുന്നത്. ഓരോ ആശുപത്രികളും ശരീരത്തിന് രോഗശാന്തി നൽകുന്ന സ്ഥലങ്ങളായതുപോലെ ഓരോ ദേവാലയങ്ങളും ആത്മാവിനെ രോഗശാന്തി നൽകുന്ന സ്ഥലമാണ്. തളർന്ന ഹൃദയങ്ങൾ സുഖപ്പെടുത്തുകയും ക്ഷീണിച്ച മനസ്സുകൾ വിശ്രമം കണ്ടെത്തുകയും പ്രാർത്ഥനയിലൂടെയും കുദാശകളിലൂടെയും മുറിവേറ്റ ആത്മാക്കളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥലമാണിത്. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: സഭ എന്നത് വിശുദ്ധന്മാർക്കുള്ള ഒരു മ്യൂസിയമല്ല, മറിച്ച് പാപികൾക്കുള്ള ഒരു ആശുപത്രിയാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വന്ന് ദൈവത്തിൻ്റെ കൃപയും കരുണയും കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെയും അവിടെ നിന്ന് നിരാശരാക്കുന്നില്ല. എന്നാൽ ഇന്നിൻ്റെ ഈ ലോകത്ത് അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാനോ അവിടുത്തെ സാമീപ്യത്താൽ സുഖം പ്രാപിക്കാനോ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതാണ് വാസ്തവം. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവൻ്റെ ഓരോ സ്പർശനങ്ങളും ഓരോ ദിവ്യകാരുണ്യ അനുഭവമാവുകയും സഭയിലേക്കുള്ള നമ്മുടെ ഓരോ സന്ദർശനവും ഒരു രോഗശാന്തി അനുഭവമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.